പ്രമേഹം നിങ്ങൾക്ക് മാറാ രോഗമായിട്ട് മാറിയോ എങ്കിൽ നിങ്ങൾക്ക് അക്യുപങ്ക്ചർ ചികിത്സയിലൂടെ നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റും. എങ്ങനെയെന്ന് വെച്ചാൽ പ്രമേഹമുള്ള ആളുകൾക്ക് 3 ടൈപ്പിലായിരിക്കും അവർക്ക് രോഗം കാണപ്പെടുക. ഒന്ന്, അവർക്ക് നല്ല ദാഹം ഉണ്ടായിരിക്കും, തൊണ്ട വറ്റി വരേണ്ട ഒരവസ്ഥയായിരിക്കും. അതിൻ്റെ കൂടെ അവർക്ക് മൈൽഡായിട്ട് വിശപ്പും അതേപോലെ യൂറിൻ എക്സസോ അതിലേതെങ്കിലും മൈൽഡായിട്ട് കാണാൻ പറ്റും. രണ്ടാമതായിട്ട് സഹിക്കാൻ പറ്റാത്ത വിശപ്പായിരിക്കും. നമ്മൾക്ക് വിശന്നാൽ ഭയങ്കരമായിട്ട് കൈ വിറക്കുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ തളർച്ച വരുന്ന ഒരവസ്ഥ. അപ്പോൾ ഇങ്ങനെയുള്ള അവസ്ഥ അത് പ്രമേഹത്തിലൂടെ കാണാൻ പറ്റും. അതിൻ്റെ കൂടെ ചിലപ്പോൾ മൈൽഡായിട്ട് യൂറിനോ അല്ലെങ്കിൽ ദാഹമോ കാണാൻ പറ്റും. മൂന്നാമതായിട്ട് അത് കാണുന്നുള്ളത് പ്രത്യക്ഷത്തിൽ നമ്മൾക്ക് അറിയാൻ പറ്റും, അവർക്ക് ഈ ഒരു പ്രമേഹമുള്ള ആളുകൾക്ക് മനസ്സിലാക്കാൻ പറ്റും. മൂന്നാമതായിട്ടുള്ളൊരു അവസ്ഥ എന്ന് പറയുന്നുള്ളത് യൂറിൻ കൂടുതലായിരിക്കും, മൂത്രം ഇടയ്ക്കിടയ്ക്ക് ഒഴിക്കേണ്ട അവസ്ഥ വരാറുണ്ട്. ഇതും നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റും. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് വിശപ്പും അല്ലെങ്കിൽ ദാഹവും ഏതെങ്കിലും ഒന്ന് മൈൽഡായിട്ട് കാണാൻ പറ്റും. ഇടയ്ക്കിടയ്ക്ക് ടോയ്ലറ്റിൽ പോകേണ്ട അവസ്ഥ, അല്ലെങ്കിൽ ടോയ്ലറ്റിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ പോകുന്ന ഒരവസ്ഥ, ഇതിനെ നിങ്ങൾക്ക് അക്യുപങ്ക്ചർ ചികിത്സയിലൂടെ മാനേജ് ചെയ്യാൻ പറ്റും. അക്യുപങ്ക്ചർ ചികിത്സാ രീതിയെക്കുറിച്ചും കൂടുതൽ വിവരങ്ങൾക്കും വേണ്ടി ഈ കോൺടാക്ട് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം. താങ്ക് യു. ഞാൻ അക്യുപങ്ക്ചറിസ്റ്റ് സഫ്ര. ഡു ഫോളോ, വാച്ച് മോർ വീഡിയോസ്.